എയും ഡീപ് ഫേക്കും ഒക്കെ ഇപ്പം തന്നെ നമുക്കൊരു കുറ്റകൃത്യങ്ങളിലേക്ക് ഉൾപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം കുറച്ചുകൂടെ ഇത് മുന്നോട്ട് പോകും തോറും നമുക്ക് വളരെ ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം തുടക്കത്തിൽ നമ്മൾ ഈ ഫ്രോഡിനെ പറ്റി പറഞ്ഞു. ഈ ഫ്രോഡുകളിൽ ഇപ്പം തന്നെ എത്ര ക്രോർസ് ഓഫ് റുപ്പീസാണ് നമ്മളുടെ ആളുകളുടെ കയ്യിൽ നിന്ന്, അതും വിദ്യാഭ്യാസമുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അതിൻ്റെ 10 മടങ്ങ് നഷ്ടപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും എയുടെയും അല്ലെങ്കിൽ ഡീപ് ഫേക്കിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ കൂടെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കണം. ഒരു വോയിസിൽ ഫോണിൽ കൂടെ വിളിച്ച് ഞാൻ ബാങ്കിൻ്റെ മാനേജറാണെന്നോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആണെന്നോ സെക്യൂരിറ്റി ടീമാണെന്നോ വിളിക്കുന്നതിന് പകരം ഒരു വീഡിയോ തന്നെ ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു വീഡിയോ ബാങ്കിൻ്റെ മാനേജറെ തന്നെ, നമ്മുടെ തന്നെ ബ്രാഞ്ചിൻ്റെ മാനേജറുടെ ഒരു ഫോട്ടോ അവർ വീഡിയോ ആയിട്ട് തിരിച്ചിട്ട് നമുക്കൊരു വീഡിയോ കോളിൽ വരുന്നു, പെട്ടെന്നൊരു അലർട്ട് ഉണ്ടെന്ന് പറയുന്നു. അപ്പം നമുക്കറിയാവുന്ന ആളാണ്, അയാളുടെ സൗണ്ടുമാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതാണെന്നിട്ട് ധാരണയിലായിരിക്കും ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ തന്നെ റിലേറ്റീവ്സ് ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള സ്കാംസ് ഉണ്ട്. ഈ ഡിജിറ്റൽ അറസ്റ്റ്, അതുപോലെ തന്നെ ചൈൽഡ് അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഇവിടെയൊക്കെ ഇപ്പം പലപ്പോഴും ഇപ്പം AI തുടങ്ങിയിട്ടുണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്ത് കുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ പേരൻസിനെ വിളിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളെ MDMA കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അപ്പോൾ ഇവർ ഞങ്ങളുടെ പോലീസ് കസ്റ്റഡിയിലാണ്, അപ്പോൾ ഒന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പെട്ടെന്ന് ഇവൻ ഉൾപ്പെട്ടിട്ടില്ലെന്നൊക്കെ അറിയാം, പക്ഷേ എന്നാൽ അവൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ പരിശോധിക്കും, ഇതിലേക്ക് പൈസ വന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ കേസ് തരുന്നിടം വരെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ ഞങ്ങൾ പറയുന്ന കോടതി മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ് വിശ്വസിക്കുന്ന പേരൻസിനെ വിളിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ സൗണ്ട് തന്നെ കേൾപ്പിക്കുക, കുട്ടിയുടെ ഫോട്ടോയോ അല്ല വീഡിയോ വെച്ചിട്ട്. കാരണം ഇപ്പം നമ്മൾ റീൽസ് ഷെയറോ ഒന്നും ചെയ്യാത്തവരില്ല, ഇതിനകത്തുനിന്ന് എടുത്താൽ മതി. അവരുടെ ബോഡി മൂവ്മെൻറ്റും സൗണ്ടും അങ്ങനെയാണ് അവർ ചെയ്തത്. സോഷ്യൽ മീഡിയ ഉള്ളതാണ്, കണ്ടൻറ്റാണ്. പിന്നെ ഇപ്പം തന്നെ നമ്മളിപ്പോൾ ChatGPT, AI, ജെമിനി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ ഫോട്ടോയും വീഡിയോയും നമ്മുടെ വോയിസിൽ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതെല്ലാം അവർ ട്രെയിനിങ് പർപ്പസിന് ഉപയോഗിക്കും. അപ്പോൾ അവിടുന്ന് തന്നെ അവർക്കെടുക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അതേ രീതിയിൽ ടോണിൽ ആ രീതിയിൽ അപ്പിയറൻസോട് കൂടി സാധനം ഉണ്ടാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുകൊണ്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എയും ഡീപ് ഫേക്കും ഒക്കെ തന്നെ നമുക്ക് വലിയ ത്രെട്ട് ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കേണ്ടിയിരിക്കും. കാരണം നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ അതിനു വേണ്ടി വേറെ AI ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇതിന് കൗണ്ടർ മെക്കാനിസം തിരിച്ചറിയാൻ പറ്റും, പക്ഷേ അതിന് നമ്മൾ റോബോട്ടിക്കോ അല്ലെങ്കിൽ പോലത്തുള്ള സംവിധാനത്തിലേക്ക് പറയും.